മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ആ സെക്ഷനിലേക്ക് അന്ന് ആ പ്രായമുള്ള മനുഷ്യൻ കടന്നു വന്നപ്പോൾ കേട്ടു തഴമ്പിച്ച നന്ദിയില്ലാത്ത മക്കളുടെയും അവരുടെ അവഗണനയുടെയും ഒരു സങ്കട കഥയായിരുന്നു അവരെല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ എനിക്ക് സ്നേഹിക്കാൻ, മടിയിലിരുത്തി ലാളിക്കാൻ, എനിക്കുള്ളത് മുഴുവൻ കൊടുക്കാൻ, എൻ്റെ പേരക്കുട്ടിയെ കണ്ടുപിടിച്ചു തരാമോ എന്ന് ചോദിച്ച് വിതുമ്പുന്ന ആ മനുഷ്യൻ്റെ മനസ്സ് ശാന്തമാകാൻ കാത്തിരുന്ന അവരോട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് മറ്റൊരു കഥയായിരുന്നു. ഞാൻ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. കുറേയേറെ സമ്പാദിച്ചു. എന്നാൽ എൻ്റെ മകന് മാരകമായ ഒരു അസുഖം പിടിപെട്ട് ഏതാനും ദിവസങ്ങൾക്കകം അവൻ മരിച്ചപ്പോൾ ഞാൻ സ്വരുക്കൂട്ടിയതും വെട്ടിപ്പിടിച്ചതുമെല്ലാം വെറും കടലാസും കല്ലും മണ്ണുമായി. അവനെ ഈ ലോകത്തിൽ എവിടെ കൊണ്ടുപോയി ചികിത്സിക്കാനും എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ ദൈവം അതിനുള്ള സാവകാശം പോലും ഞങ്ങൾക്ക് തന്നില്ല. എൻ്റെ മകന് ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. പക്ഷേ അവർക്ക് ഞങ്ങളെ വേണ്ട, ഞങ്ങളുടെ സ്വത്തും. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇനി ഈ ലോകത്താകെയുള്ളത് അവരാ. അവരെവിടെ, ഏത് രാജ്യത്തുണ്ടെന്ന് പോലും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവരെ കണ്ടുപിടിക്കാൻ ഒന്ന് ഞങ്ങളെ സഹായിക്കാമോ? ഇത് പറഞ്ഞ് സങ്കടം കടിച്ചമർത്താൻ വെറുതെ ശ്രമിക്കുന്ന ആ മനുഷ്യൻ്റെ മുമ്പിൽ കണ്ണു നിറയാതെ പിടിച്ചു നിൽക്കാൻ അവരും വല്ലാതെ വിഷമിച്ചു. ആഗ്രഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന പരാതി നിങ്ങളെപ്പോലെ എനിക്കുമുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ്റെ ചിത്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് സ്നേഹിക്കാനുള്ളവരുടെ എണ്ണത്തിൽ ഞാൻ മറ്റാരെക്കാളും സമ്പന്നനാണെന്നറിയുന്നു. അതൊരു അനുഗ്രഹമാണെന്നും തിരിച്ചറിയുന്നു.